സോ പ്രൂഫിലേക്ക് കടക്കാം. പ്രൂഫിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് രണ്ട് ഫോർമുലയാണ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഫോർമുല ഇ എന്ന് പറയുന്നത് 1/4πε0 Q/r²ഉം പിന്നെ ഇലക്ട്രിക് ഡൈപോളിന്റെ ഫോർമുല P = 2a. ഈ രണ്ട് ഫോർമുലയാണ് നമുക്ക് ഈ ഡെറിവേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. ഇന്ന് നമുക്കറിയാം ഇ എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് EA + EB ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് ഇതിനെ നമുക്ക് 1 ആയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ EAയും കണ്ടുപിടിക്കണം, EBയും കണ്ടുപിടിക്കണം. ഫസ്റ്റ് EA എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ബിറ്റ്വീൻ ഏതാണ് ഈ പി എന്ന് പറയുന്ന പോയിന്റും ഈ എ എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് EA എന്ന് പറയുന്നത്. ഇതിന്റെ അതെങ്ങനെ 1/4πε0 Q/, എ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AP² ആണ്. AP². ഇവിടെ എയിലിരിക്കുന്ന ചാർജിന്റെ വാല്യൂ മൈനസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് ഇട്ടു. 1/4πε0 - Q/AP. AP എന്ന് പറയുന്നത് എ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പം ഈ ഒരു എയും ഈ ഒരു ആറും തമ്മിൽ ചേരുമ്പോഴാണ് AP. അപ്പം r+a². ഇതിന് 2 എന്ന് കൊടുക്കാം. ഇനി അടുത്ത് EB എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ബിറ്റ്വീൻ B ആൻഡ് P. എഴുതാം 1/4πε0 Q/BP². ഇവിടെ ഇരിക്കുന്ന ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഇടാം. ഇനി അടുത്ത് BP², B തൊട്ട് P വരെ. അപ്പൊ BP² എന്ന് പറയുന്നത് ഈ ഒരു ആറിൽ നിന്ന് ഈ എ മൈനസ് ചെയ്യുന്നതാണ് BP. സോ 1/4πε0 പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, r-a². ഇതിനെ 3 കൊടുക്കും. ഇനി വേറൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് 2, 3 in 1 കൊടുക്കാം. അതായത് ഇ എന്ന് പറയുന്നത് EA + EB ആണ്. EAയുടെയും EBയുടെയും വാല്യൂ നമുക്കറിയാം. E = EA എന്ന് പറയുന്നത് എത്രയാണ്? -1/4πε0 Q/r+a² പ്ലസ് 1/4πε0 Q/r-a². സോ ഇതിൽ രണ്ട് കോമൺ ആയിട്ട് ഏതാണുള്ളത്? ക്യൂവും 1/4πε0. ഇവിടെ ക്യൂവും 1/4πε0. അപ്പോൾ നമ്മൾ 1/4πε0 Q/1/4πε0 പുറത്തെടുത്ത് അകത്ത് ബാക്കിയുള്ളത് -r+a² പ്ലസ് 1/r-a². ഇനി ജസ്റ്റ് മാത്സ് ആണ്, പ്യുവർ മാത്സ്. ഇ എന്ന് പറയുന്നത് Q/4πε0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r-a² മൈനസ് പ്ലസ് r+a². താഴത്തേന് നമുക്ക് r² - a² ആണ്. ഇതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ a + b ഇൻറ്റു a - b എന്ന് പറയുന്നത് a² - b² ആണ് അല്ലേ. അതുപോലെ a + b²
എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഈ താഴത്തത് എഴുതിയിരിക്കുന്നത്. ഇനി മുകളിലത്തത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും. ക്യൂ ബൈ 4πε0 മൈനസ് അവിടെ ഇട്ട് ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറുടെ ഹോൾ സ്ക്വയർ. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൈനസ് ആർ സ്ക്വയർ ആവും, പ്ലസ് 2ar ആവും, മൈനസ് എ സ്ക്വയർ ആവും. അങ്ങനെയാണെങ്കിൽ ഈ ആറും കട്ട് ചെയ്യാൻ പറ്റും, ഈ എയും കട്ട് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്നത് ക്യൂ ബൈ 4πε0. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് പ്ലസ് 2ar ആവും. അപ്പം പ്ലസ് 2arഉം കൂടി ആവുമ്പോൾ നമുക്ക് 4ar ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് ഇ എന്ന് പറയുന്നത് ക്യൂ ബൈ 4πε0 4ar എന്ന് കിട്ടി. AR ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡൈപോളിന്റെ ഇക്വേഷൻ പി എന്ന് പറയുന്നത് 2aq ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ ഈക്വൽ ടു ക്യൂ ബൈ 4πε0. ഈ 4arനെ 2 × 2ar എന്ന് എഴുതാം. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 അല്ല റൈസ് ടു 2. എങ്കിൽ ഒരു 2aയും ഈ ക്യൂവും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തോന്നായിട്ട് എഴുതാം, പി ആയിട്ട് എഴുതിക്കൂടും. അപ്പൊ 1/4πε0 2, ബാക്കിയുള്ള 2 പിന്നെ അതിനെ പി ആയിട്ട് എഴുതി 2p ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. സപ്പോസ് ആർ എന്ന് പറയുന്നത് എക്കാളും വളരെ 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 വലുതാണെങ്കിൽ നമുക്ക് എ 0 ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് 1/4πε0 2p ബൈ ആർ സ്ക്വയർ റൈസ് ടു 2 എന്ന്. എങ്കിൽ 1/4πε0 2p ബൈ ആർ റൈസ് ടു 4 എന്ന്. സോറി, ഇവിടെ ഒരു ആറുണ്ട്, മറന്നു വിട്ടുപോയത്. ഈ ആറ് ഇത് കട്ടായി പോയി. എങ്കിൽ ഇ എന്ന് പറയുന്നത് 1/4πε0 2p ബൈ ക്യൂബ്. ഇതാണ് നമ്മുടെ നെറ്റ്. ഇത്രയേ ഉള്ളൂ.